വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്തൂടെ നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷനുകളെക്കുറിച്ചാണ്. അപ്പോൾ ചില പർട്ടിക്കുലറായിട്ടുള്ള ആപ്ലിക്കേഷനുകളും അവയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കുന്നത്. നമുക്ക് എന്താണ് ഇ ഗവേണൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇ ഗവേണൻസ്, ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ICT for delivering government services to the citizens in a convenient, efficient and transparent manner. ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ വിവിധ സർവീസുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്, എങ്ങനെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ കൺവീനിയൻ്റ് ആയിട്ട്, വളരെ നല്ല രീതിയിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രാൻസ്പെറൻ്റായി എങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ തരത്തിലുള്ള സർവീസുകൾ ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ഇ ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ഗവേണൻസിലുള്ള വിവിധ തരത്തിലുള്ള ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഗവേണൻസ് എന്താണെന്ന് നമുക്കറിയാം. ആ ഈ ഗവേണൻസിനകത്ത് പല തരത്തിലുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്, പല ടൈപ്പിലുള്ള ഇൻട്രാക്ഷൻ ഈ ഗവേണൻസിനകത്ത് നടക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് G2G എന്ന് പറയുന്നത്, അതായത് ഗവൺമെൻറ് ടു ഗവൺമെൻറ്. It is the electronic sharing of data or information among government agencies, departments or organizations. But ഗവൺമെൻറ്റിൻ്റെ വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ഏജൻസീസൊക്കെ തമ്മിൽ ഡേറ്റാസും ഇൻഫർമേഷനും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഗവേണൻസ് ഉപയോഗിക്കാം. അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വിവിധ ആവശ്യങ്ങൾ, അതായത് ഗവൺമെൻറ് ടു ഗവൺമെൻറ്, അതാണ് G2G എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ് ടു സിറ്റിസൺ, അതാണ് G2C. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺസ്. ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ്. ഇറ്റ് ഇൻക്രീസസ് ദ അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പബ്ലിക് സർവീസസ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സർവീസുകളും ഇപ്പം നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴിയല്ലേ ഗവൺമെൻറ്റിൻ്റെ സർവീസ് നമുക്ക് കിട്ടുന്നത്. ആ അത്തരത്തിൽ ഉള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് G2C എന്ന് പറയുന്നത്, ഗവൺമെൻറ് ടു സിറ്റിസൺസ്. ഇനി G2B, ഗവൺമെൻറ് ടു ബിസിനസ്. ഹിയർ e-governance tools are used to aid the business community to interact with the government. ഇപ്പോൾ ഒരു ബിസിനസ് ആവശ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ, ആ ആളിന് ഗവൺമെൻറ്റിൻ്റെ വിവിധ തരത്തിലുള്ള സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് G2B, ഗവൺമെൻറ് ടു ബിസിനസ്. The objective is to cut red tapeism, save time, reduce operational cost and create a more transparent business environment. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമ്മൾ ഈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വരുമ്പോൾ നമുക്ക് ഈ പുതിയ ടെക്നോളജിയൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അല്ലെങ്കിൽ പണ്ട് ഇത് ഫയലുകളായിട്ട് പോയി ഓരോ ഓഫീസിലും ചെന്ന് അതിങ്ങനെ കുറേ സമയമെടുക്കും. അപ്പോൾ സമയം ലാഭിക്കാൻ പറ്റും, അതൊന്നും ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കത്തില്ല. റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മോർ ട്രാൻസ്പെറൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സുതാര്യമായ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും നമുക്ക്. അടുത്ത G2E, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. ഗവൺമെൻറ് ബീയിങ് ദ ബിഗ്ഗസ്റ്റ് എംപ്ലോയർ ഹാസ് ടു ഇൻട്രാക്ട് വിത്ത് ഇറ്റ്സ് എംപ്ലോയീസ് ഓൺ എ റെഗുലർ ബേസിസ്. അപ്പം ഗവൺമെൻറ്റിന് ധാരാളം ജോലിക്കാരുണ്ടല്ലേ, ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തുന്നതാണ്, അവരുടെ കാര്യങ്ങൾ റെഗുലർ ബേസിസിൽ ഇൻട്രാക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് G2E എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവേണൻസ് ഇങ്ങനെ പലതരത്തിൽ ആകാം. ഇനി നമുക്ക് ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റേഴ്സ്, SWAN ഫോർ കണക്ടിവിറ്റി ആൻഡ് CSC, കോമൺ സർവീസ് സെൻറ്റേഴ്സ്, ആ സർവീസ് ഡെലിവറി പോയിൻ്റ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ SDC,
SWAN for connectivity and CSC, Common Service Centers. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റേഴ്സ് കമ്പൈൻ സർവീസസ് ആപ്ലിക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പ്രൊവൈഡ് എഫിഷ്യൻറ്റ് ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് G2G, G2C, G2B സർവീസസ്. അപ്പോൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു സിറ്റിസൺസ്, ഗവൺമെൻറ് ടു ബിസിനസ് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റ്, അതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. This platform is supported by a core connectivity infrastructure such as State Wide Area Network. അപ്പോൾ ഇതിനു വേണ്ടി ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേര് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അതാണ് SWAN. ആൻഡ് കോമൺ സർവീസ് സെൻറ്റേഴ്സ്, അതായത് ഇനി അപ്പം ഒരു സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിൽ നിന്ന് സർവീസുകൾ ഇങ്ങനെ കൊടുക്കും. അത് ഒരു വലിയ നെറ്റ്വർക്ക് വഴി, ആ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന SWAN വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആണ്. അപ്പോൾ ആ സർവീസ് കൊടുക്കുന്ന പോയിന്റുകളെ വിളിക്കുന്ന പേര്, ഡെലിവറി പോയിന്റുകളെ വിളിക്കുന്ന പേര് CSC എന്നാണ്. അപ്പോൾ CSCs ഓഫർ വെബ് ഇനേബിൾഡ് ഗവൺമെൻറ് സർവീസസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയകളിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഈ ഗവേണൻസ് പ്രോഗ്രാമുകൾ, സർവീസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് CSCകളാണ്. നമ്മളിപ്പോൾ അക്ഷയ സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള CSCകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് സച്ച് ആസ് ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, വാട്ടർ ബിൽ, സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ, ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ്. നമുക്ക് അക്ഷയ വഴി കിട്ടുന്ന സേവനങ്ങളില്ലേ, ആ സേവനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള CSCകൾക്ക് എക്സാമ്പിളാണ്. അതായത് ഈ അക്ഷയ സെൻറ്ററുകൾ ആണ് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. CSC കേരളത്തിലുള്ള CSCകൾക്ക് ഒരു എക്സാമ്പിളാണ് ഈ അക്ഷയ സെൻറ്റർ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ സർവീസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഡെലിവറി പോയിന്റുകളെയാണ് CSCകൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ലീഡ്സ് ടു ഓട്ടോമേഷൻ ഓഫ് സർവീസസിൻ്റെ ഓട്ടോമേഷനിലേക്ക് പോവും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കും. ഓട്ടോമേഷൻ ഓഫ് സർവീസസ്. സ്ട്രെങ്ത്നെസ് ഓഫ് ഡെമോക്രസി, അതായത് ഡെമോക്രസിയുടെ സ്ട്രെങ്തൻസ് ദ ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. മോർ ട്രാൻസ്പെറൻസി ഇൻ ദ ഫങ്ഷനിങ്ങിൽ കൂടുതൽ ട്രാൻസ്പെറൻസി ഉണ്ടാവും അല്ലേ, കൂടുതൽ സുതാര്യത ഉണ്ടാവും. സേവ് അൺനെസസറി വിസിറ്റ്സ് ടു ഓഫീസസിലൊക്കെ വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ വിസിറ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഗവേണൻസ് വഴി നമ്മുടെ CSCകളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫീസുകൾ അനാവശ്യമായി സന്ദർശിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ചലഞ്ചസ് നോക്കാം. ഈ ഗവേണൻസിൻ്റെ ചലഞ്ചസ്. ക്രിയേറ്റ്സ് ഡിജിറ്റൽ ഡിവൈഡ്, ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന കുറേ ആൾക്കാർ, അല്ലാത്തവർ, അപ്പോൾ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതാണിത്. ഓപ്പൺ ടു സൈബർ അറ്റാക്സ് ഉണ്ടാവാം. ഹൈ കോസ്റ്റ് ഫോർ ദ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് ഗവേണൻസ് സർവീസസ്. അപ്പോൾ ഈ ഗവേണൻസ് സർവീസസുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനുമൊക്കെ ആ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ് ആവും. ലീഡ്സ് ടു ലാക്ക് ഓഫ് പ്രൈവസി ഫോർ സിവിലിയൻസിൻ്റെ പ്രൈവസി കുറയും. കാരണം ഇതെല്ലാം നമ്മളിങ്ങനെ ഓപ്പണായിട്ട് CSCകൾ വഴി കൊടുക്കുന്നതുകൊണ്ട് ലീഡ്സ് ടു ലാക്ക് ഓഫ് പ്രൈവസി ഫോർ സിവിലിയൻസിൻ്റെ പ്രൈവസി കുറയും. ഇനി നമുക്ക് എന്താണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ ഷെയറിംഗ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ, മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്സ് ആൻഡ് കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻ ബൈ മീൻസ് ഓഫ് ദ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ബിസിനസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, ബിസിനസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴി ചെയ്യുന്നതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇ-കൊമേഴ്സ് കവേഴ്സ് ബിസിനസ് ട്രാൻസാക്ഷൻ ദാറ്റ് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് മണി. അപ്പോൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. അത് മണി ട്രാൻസാക്ഷനും കൂടെ നടത്തും. നമ്മളിപ്പോൾ ഒരു മണി ട്രാൻസാക്ട് ചെയ്ത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്നു, ഇ-കൊമേഴ്സ്. പക്ഷേ ഈ ബിസിനസ് ഇൻക്ലൂഡ്സ് ആൾ ആസ്പെക്ട്സ് ഓഫ് റണ്ണിങ് എ ബിസിനസ് സച്ച് ആസ് മാർക്കറ്റിംഗ്. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ഇൻ്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്നു. അതായത് അതിൻ്റെ മാർക്കറ്റിംഗ് നടത്തുന്നു, റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കുന്നു, ഇനി കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നു, സപ്ലയറിനെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ
ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓവർകംസ് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നതിന് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ ഒന്നും ഇല്ലാതാവും. കാരണം നമുക്ക് എത്ര ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിലും ഒരു ബിസിനസ് നമുക്ക് എത്തിക്കാൻ കഴിയും ഇതുവഴി. ഈ ബിസിനസ് കട്ട്സ് ദ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. എലിമിനേറ്റ്സ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഈ യാത്ര, ഈ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര അത് കുറയ്ക്കാം, അപ്പോൾ കോസ്റ്റ് കുറയും. റിമൈൻസ് ഓപ്പൺ ഓൾ ദ ടൈം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെന്ന് ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം എത്തിക്കണം, അല്ലെങ്കിൽ ഒരു സപ്ലയറിൻ്റെ അടുത്ത് നമ്മളവിടെ ചെന്ന് ആ സമയത്തേ അത് പറ്റുള്ളൂ. പക്ഷേ ഇതെപ്പോഴും ഓപ്പൺ ആണ്, അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നോക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഈ ബിസിനസ്സിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്യുവർ നോളജ് ആൻഡ് അവയർനെസ്, അതൊരു ചലഞ്ചാണ്. ഇപ്പം നല്ല നോളജും നല്ല ഇതുമൊക്കെ വേണം ഈ ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പ്യുവർ നോളജ് ആൻഡ് അവയർനെസ് എന്ന് പറയുന്നത് ഇത് ഒരു ചലഞ്ചാണ്. ഇന്നബിലിറ്റി ഓഫ് ഓൺലൈൻ ട്രാൻസാക്ഷൻ. ആ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി നടത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ടച്ച് ആൻഡ് ഫീൽ ഫാക്ടേഴ്സ് ഒരു പ്രധാനം. നമ്മളൊരു ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട, നമ്മളത് കണ്ട് അതിനെ അനുഭവിച്ചറിയുന്നത് പോലല്ല നമ്മളിപ്പോൾ ഓൺലൈനിൽ കാണുന്നത്, അല്ലേ? നമ്മളൊരു സാധനം നമ്മൾ ഓൺലൈൻ വാങ്ങുന്നു എന്ന് വിചാരിക്കുക, നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കത്തില്ല. നമ്മൾ കടയിൽ ചെന്നൊരു സാധനം കണ്ടു വാങ്ങുന്നത് പോലെയാണ് ഓൺലൈനിൽ കണ്ടു വാങ്ങുന്നത്, അല്ല. അപ്പോൾ ആ ടച്ച് ആൻഡ് ഫീൽ ഫാക്ടേഴ്സും ഇതിൻ്റെ ഒരു വലിയ ചലഞ്ചാണ്. അടുത്ത ഒരു കൺസെപ്റ്റാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ICT ഇൻ എഡ്യൂക്കേഷൻ. ഇലക്ട്രോണിക് മീഡിയകളും ICTയും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസും എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്നതിനെയാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ടൂളുകൾ ഇ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ബുക്ക് റീഡർ. നമുക്ക് ഒരു ബുക്ക് വായിക്കണമെന്നൊന്നുമില്ല, ഇപ്പോൾ അത് ഓൺലൈനിൽ നമുക്ക് വായിക്കാൻ കിട്ടും. അതിനാണ് ബുക്ക് എന്ന് പറയുന്നത്. ചാറ്റ് വഴി ഓൺലൈൻ ചാറ്റുകൾ, വീഡിയോസ് ആൻഡ് ചാനൽസ്, ഇപ്പോൾ വിക്ടേഴ്സ് ചാനലൊക്കെ പോലുള്ള ചാനലുകൾ. അപ്പോൾ ഇതൊക്കെ ഈ ലേണിംഗ് കൺസെപ്റ്റുകൾക്ക് എക്സാമ്പിളുകളാണ്. അപ്പോൾ അത്തരത്തിൽ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റിന് വിളിക്കുന്ന പേരാണോ ഇ ലേണിംഗ്. ഇനി നമുക്ക് ഈ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഫേഴ്സ് എഡ്യൂക്കേഷൻ ടു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ. ഒരു ഡിസ്റ്റൻറ്റ് ലൊക്കേഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി നമുക്ക് കഴിയും. കോസ്റ്റ് ഫോർ ലേണിംഗ് ഈസ് മച്ച് ലെസ്. നമ്മുടെ ലേണിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ഡു ഓൺലൈൻ കോഴ്സസ് ഫ്രം വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഓൺലൈൻ കോഴ്സുകളും മറ്റും നടത്താൻ ഈ ലേണിംഗ് കൊണ്ട് കഴിയും. ടൈം ആൻഡ് പ്ലേസ് ഈസ് നോട്ട് എ കൺസ്ട്രെയിൻറ്റ് ഫോർ ഇ ലേണിംഗ്. ഇ ലേണിങ്ങിന് വേണ്ടിയിട്ട് സമയമോ സ്ഥലമോ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ഈ സാധനങ്ങളെല്ലാം കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതൊക്കെയാണ് ഈ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാക്ക് ഓഫ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഇല്ലാതാവും. സാധാരണഗതിയിലുള്ള നമ്മുടെ ടീച്ചിങ്ങിൽ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ആ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഇല്ലാതാകുന്നതോടുകൂടി നമുക്കൊരു പരിധി വരെ ഇപ്പോൾ ടീച്ചർമാർക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ ശ്രദ്ധിച്ച് നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവും. ലിമിറ്റഡ് ഇൻട്രാക്ഷൻ മേ ഡിസ്കറേജ് ദ ലേണർ. അപ്പം ഈ ഇൻട്രാക്ഷൻ കുറവാണല്ലേ ഇതിനകത്ത്, അതുകൊണ്ട് തന്നെ ഈ ലേണർ എന്ന് പറയുന്നത് അത്രത്തോളം ഇതിനകത്ത് ഇൻട്രാക്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ ഈ സാധനം ഓൺ ചെയ്ത് വയ്ക്കും, എന്നിട്ട് നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിക്കണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിരുന്നാലും ഇതിനകത്ത് ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കത്തില്ല. ലേണേഴ്സ് വിൽ ലോ മോട്ടിവേഷൻ മേ ഫോൾ ബിഹൈൻഡ്.
അപ്പം മോട്ടിവേഷനൊക്കെ കുറവാണ്. കാരണം നമ്മളൊരു ക്ലാസ്സിലാവുമ്പോഴത്തേക്ക് ഓരോരുത്തരെയും നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഓൺലൈനിൽ ആവുമ്പോഴത്തേക്ക് എത്രയെങ്കിലും ആൾക്കാർ ചെയ്യുന്നു, അപ്പോൾ അങ്ങനെയുള്ള മോട്ടിവേഷനൊക്കെ കുറവായിരിക്കും. ഹാൻഡ്സ് ഓൺ ലാബ് വർക്ക് ഈസ് ഡിഫിക്കൽട്ട് ടു സിമുലേറ്റ്. ഇപ്പം നമ്മൾ ചെയ്ത് നോക്കി പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സിമുലേറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺലൈനിലാകുമ്പോൾ അത് സിമുലേഷൻ വഴി എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിമുലേറ്റർ ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് കാണിക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഹാൻഡ്സ് ഓൺ ലാബ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്.